പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞേക്കുന്നൊരു കാര്യമുണ്ട്. നമ്മളെക്കുറിച്ച് ആരെങ്കിലും മോശമായി പറഞ്ഞു പോയാൽ നമുക്ക് പിന്നൊരു സമാധാനമില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും ദോഷം പറഞ്ഞാൽ തിരിച്ചു പറയാനൊന്നും പോകണ്ട. ദൈവം അതിനകത്ത് നിനക്കൊരു ഗുണം വെച്ചിട്ടുണ്ട്. നിനക്കൊരു ഗുണമെന്ന് പറയുന്നതിന് നല്ല പദം നന്മയെന്നാ. ഇന്നെന്തോ ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, ചിലർ ചെയ്ത ദോഷമൊക്കെ നിനക്ക് വലിയ ഗുണമാകാൻ പോവുക. നിൻ്റെ പേര് അപകീർത്തിപ്പെടുത്തിയത്, നിൻ്റെ ജോലിയെ തകർത്തത്, നിൻ്റെ നന്മയെ തകർത്തത് ഒക്കെ ദൈവം നിനക്ക് വലിയ നന്മയാക്കി തരാൻ പോവുക. തിരിച്ചറിഞ്ഞ് സ്തോത്രം ചെയ്യുക. എന്തിനാ? നിനക്ക് രോഗം വന്നതുപോലും നന്മയായി മാറും. നിനക്ക് വന്ന എല്ലാ ദോഷവും ദൈവം എന്തുവാക്കും? ഗുണമാക്കി മാറ്റും. പക്ഷെ എപ്പോഴും ഓർക്കണം, ഈ ഭൂമി ജീവിക്കുന്ന കാലത്തോളം നമുക്ക് ആൾക്കാർ എന്തോ ചെയ്തുകൊണ്ടിരിക്കും? ദോഷം ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, ദോഷം ചെയ്തവരോട് തിരിച്ച് നമ്മൾ ദോഷം ചെയ്യരുത്. യോസഫിൻ്റെ അനുഗ്രഹത്തിൻ്റെ രഹസ്യം, യോസഫ് 5 മണിക്കൂർ അന്യഭാഷ പറഞ്ഞതല്ല, യോസഫിൻ്റെ സഹോദരന്മാരോട് പകരം ചെയ്യാൻ. അപ്പം നമുക്ക് ദോഷം ചെയ്യാൻ ശക്തി ഉണ്ടായിട്ടും ദോഷം ചെയ്യാതിരിക്കുന്നതാണ് നമ്മുടെ പ്രത്യേകത. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. നിനക്ക് എത്ര സാമ്പത്തിക ഉയർച്ചയുണ്ടെങ്കിലും, എത്ര ഹയർ പൊസിഷൻ ഉണ്ടെങ്കിലും, നിന്നെ ഒരുത്തൻ ദ്രോഹിച്ചാൽ തിരിച്ച് ദ്രോഹിക്കാതിരുന്നാൽ നിന്റെ ലൈഫ് വിജയിച്ചു. ബൈബിൾ ഭാഷ, ദോഷത്തിന് പകരം എന്ത് ചെയ്യരുത്? ദോഷം ചെയ്യരുത്.